ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓൺലൈൻ ബാച്ച് ആയിരുന്നു. എനിക്ക് ഓൺലൈൻ ഇഷ്ടമല്ല, പക്ഷേ ഞാൻ കൊറോണ വന്ന സമയത്തായിരുന്നു ഞങ്ങളുടെ +2 കഴിഞ്ഞിട്ടാണ് കൊറോണ വരുന്നത്. അങ്ങനെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചർ മോറിസ് സെബാസ്റ്റ്യൻ സാറായിരുന്നു. സാറിന് പറ്റുന്ന പോലെയൊക്കെ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. നമുക്കവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല അല്ലേ, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. +2 കഴിയുമ്പോഴാണ് ഞാൻ എന്തൊരു പ്രൊഫഷൻ എടുക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു ധാരണ വരുന്നത്. അല്ലാണ്ട് എൻട്രൻസ് എന്ന് പറയുന്നത് എനിക്ക് അറിയാം. നമ്മൾ +2 പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് പറയും എൻട്രൻസിലുള്ള കുട്ടികൾ ഈ നോട്ട് പഠിക്കരുത്, NCERT തന്നെ വായിക്കണം എന്ന്. പക്ഷേ എൻ്റെ NCERT ടെക്സ്റ്റ് ബുക്ക് +2 കഴിയുമ്പോൾ നല്ല പുതുപുത്തം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആദ്യം കുറേ എക്സ്ട്രാ പഠിക്കാൻ നോക്കി, അങ്ങനെ കുറേ. അപ്പോൾ ആ സമയത്ത് പിന്നെ സപ്പോർട്ട് ചെയ്തൊരു സാറാണ് അർഷദ് മാഷ് എന്ന് ഞാൻ വിളിക്കുക. നമുക്കറിയണോ, ബോട്ടണി എടുത്തിട്ടുള്ള കുറേ ആൾക്കെങ്കിലും അറിയണ്ടോ അർഷദ് സാറിനെ. സാറ് ഞാൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എന്നെ എങ്ങനെ സപ്പോർട്ട് ചെയ്തോ അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം സാറിനെ വിളിച്ചിരുന്നു. ബ്രില്യൻ്റ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ സാറ് വരുന്നുണ്ടോ എന്ന് അറിയാൻ. അന്നും എന്നും സാർ ഒരുപോലെ തന്നെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഓരോ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിന് എത്ര നന്ദി പറഞ്ഞാൽ മതി എന്ന് എനിക്ക് അറിയില്ല. എൻ്റെ പാരൻസിന് ഭയങ്കര ടെൻഷനുള്ള സമയത്തും സാറ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രില്യൻ്റിൽ അതുപോലെ അവിടെ ഓഫ്ലൈൻ പോയിട്ടുണ്ട്. അടുത്ത വർഷം ഓഫ്ലൈൻ ആയിരുന്നു, അതുകൊണ്ട് അതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ 3 വർഷമായിട്ട് ബ്രില്യൻ്റിനെ എനിക്ക് അറിയായിരുന്നു. ബ്രില്യൻ്റിനെ വ്യത്യസ്തമാക്കുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയും വലിയ കുറേ കുട്ടികൾ പഠിക്കുക, ഇത്രയും സ്റ്റാഫ് ഉണ്ട്, അവരൊക്കെ നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഈസി അല്ല. പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പോൾ സംഗീത ടീച്ചറായിരുന്നു ഒരു ക്ലാസ് ടീച്ചർ. പിന്നെ ലാസ്റ്റ് പറയാണ്ടിരിക്കാൻ വയ്യ, നോബിൻ സാർ ഇങ്ങനെ എപ്പോഴും വരുമായിരുന്നു. നമ്മൾ എല്ലാ വീക്കിലും കാണാൻ വരും. എന്നിട്ട് ഞാനിപ്പോൾ A ബ്ലോക്കിൽ റെഫറൻസ് നിൽക്കാറില്ല, സാർ D ബ്ലോക്കിലാണ്. സാർ അവിടെ നിന്ന് തന്നെ വന്ന് കാണും, മാർക്കിനെ പറ്റി സംസാരിക്കും, മാർക്ക് കുറഞ്ഞു പോയാൽ സംസാരിക്കും, അങ്ങനെയൊക്കെ. ലാസ്റ്റൊക്കെ എനിക്കും സ്ട്രെസ്സായിരുന്നു. എൻ്റെ മാർക്ക് സാധാരണ കിട്ടാനേക്കാളും ഒരുപാട് താഴെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴും അജയ് സാറും നോബിൻ സാറും എൻ്റെ ഹോസ്റ്റൽ എമറാൾഡ് ഹോസ്റ്റലും അവിടുത്തെ കുട്ടികളും എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അത്രയും ഒരുപാട് ബുദ്ധിമുട്ടിട്ട് തന്നെ അവിടെ എത്തിയത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ അക്കാഡമിക്സ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, പ്രോഗ്രാംസും ഉണ്ട്. പക്ഷെ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല ഇവിടെ വന്നതിന്. കാരണം ഞാൻ ആഗ്രഹിച്ചു വന്നത് എന്താണോ അതെനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രം നമുക്കതുകൊണ്ടൊരു റിഗ്രറ്റ് ഒന്നും ഇല്ല. നമുക്ക് എല്ലാവർക്കും നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റട്ടെ, നമ്മുടെ പ്രൊഫഷനിൽ നന്നായി ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.